നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു അല്ലല്ല അത് കമ്മിറ്റ്മെന്റിന്റെ കേസ് കാരണം പറയുമായിരുന്നു. കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ നമ്മുടെ ഡെയിലി സിറ്റി വരുന്നതിന്, അത് ഗ്യാങ്ങിലുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ കൂട്ടാം. അണ്ണ നമുക്ക് ഇപ്പൊ ബാക്കി അണ്ണൻ പറഞ്ഞ ടാസ്ക് ഓർമ്മയില്ലേ? നമ്മള് വഴിവിട്ട ബന്ധത്തിനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്തോ വിശ്വസിക്കുന്നുണ്ടെന്നെ? ആരുടെ വഴിവിട്ട ബന്ധം? നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇവിടെ ആരും. എന്നെ കുറിച്ചൊന്നല്ല, നിന്നെ കുറിച്ച് തന്നെ. എന്നെ കുറിച്ച് എന്തിന് വഴിവിട്ട ബന്ധം? ഈ വണ്ടിയിൽ ആരെ കൊണ്ടുവന്ന് വെച്ചാൽ നിന്റെ പേര് മാത്രമേ എല്ലാരും പറയുള്ളൂ. അങ്ങനെ രണ്ട് പേര് പറഞ്ഞാണ് ബന്ധത്തിന്റെ. രണ്ടോ എക്സാമ്പിൾ അണ്ണാ. അത് കഴിഞ്ഞിട്ട് മറ്റേത് എന്താ വേറെ വലിയ റിലേഷൻ ഉണ്ട്. ആ പേര് പറഞ്ഞ നിനക്ക് പോലും ഇഷ്ടമല്ലെന്ന് അറിയാലോ രായ. ബാബു നീ അവസാനം എനിക്ക് അല്ലല്ല, നീയല്ലേ എന്നെ കൊടുക്കാൻ നോക്കിട്ട് അനാവശ്യമായിട്ട്. എടാ വഴിവിട്ട ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കേസ് അല്ലടാ, അവിടെ നിന്ന മറ്റേ വയില്ലേ അവന്റെ കേസ് പറഞ്ഞത്. ചെറുക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? കണ്ടോ എടാ, ബുദ്ധി ഇല്ലാത്തവർക്ക് ഒരു മനസ്സിലായില്ലോ. നിനക്ക് എന്തിനാ മനസ്സിലാവാത്തത്? അല്ല പറഞ്ഞത്. ചിലർക്കൊക്കെ ഒന്നും പറയാൻ പറ്റൂല. ബാബുശ്ശേട്ട് ഓവർടേക്ക് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഓവർ തിങ്കിങ് ആണെന്ന്. അല്ല, ബാബുശ്ശേട്ട് ഓവർടേക്ക് ചെയ്യാന്ന്. സരക്കല്ലേ ബാബുശ്ശേട്ടിനെ കാട്ടി മൂത്തത്. അതുകൊണ്ട് അതിനിവിടെ ആർക്ക് കുട്ടി ഉണ്ടായിരുന്നു? ഞാനും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. ബാബുശ്ശേട്ടിന്റെ ഒരു ഇതിലെങ്ങനെയാണ് കൺസെപ്റ്റ്? നേരത്തെ കുട്ടി ഉണ്ടായിട്ട് പ്രായമാകുമ്പോ ചില്ലടിച്ചടക്കുന്ന പേരുണ്ടാവാൻ. ഓ അങ്ങനെയാണല്ലോ. എന്നോട് ചോദിക്കണോ? ഇതിന് വലിയ തെളിവ് ഞാൻ എങ്ങനെ തരാനാണ്? അണ്ണ ഞാൻ പറയട്ടെ അണ്ണ, ശരിക്കും അവിടെ നടന്നത് ആര്യ ഒന്ന് വീണ കാലൊന്ന് മുറിഞ്ഞു. അതിന് ഹോസ്പിറ്റലിൽ പോയപ്പോ അതിന് ഈ പറയില്ല ഈ വില്ലുമോനും ടീമുമാണ് ഇങ്ങനെ ആക്കിയതാണ് എനിക്ക് കിട്ടിയത്. ആ വില്ലു അല്ലല്ല, വില്ലു ഇതെല്ലാം വില്ലുവിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. അതായത് എന്നെ ആര്യയും തമ്മില് എന്റെ ആര്യന് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഈ വില്ലുമോൻ ആൾ അത്ര ശരിയായിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്കൊരു കൊച്ചുണ്ട്. അയ്യോ അങ്ങനെയല്ല, ദത്തെടുത്തതാ. തമാശ പറഞ്ഞത്. പിന്നെ അല്ലാതെ പിന്നെ ഞാൻ പെണ്ണും പെടക്കോഴി ഇല്ലാതെ നടക്കണം. ഞാൻ പിന്നെ പരിചയല്ലേ. അതെ അതെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാരും മൊലാലി. നമ്മുടെ മൊലാലിയുടെ കണക്ക് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ പോലും പുള്ളി വെറുതെ എനിക്കതേ പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഗ്യാരണ്ടി ഒന്നുമില്ല. അത് ആള് കണ്ണുകൊണ്ടുള്ള തോട്ടങ്ങൾ മാത്രമേ ഉള്ള ആൾക്ക്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് വഴി ഫോട്ടോ അയച്ചാൽ എങ്ങാനും വെർജിനിറ്റി പോയാൽ പുള്ളി ഇരുന്ന് പോയി. അല്ലാതെ ഒരു സാധ്യതയില്ല. ചന്ദ്രൻ ജനിച്ചപ്പോഴേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു എഴുതി ഇട്ടുണ്ടോ മരിക്കണവരെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രനെ പേടിക്കണ്ട. അതല്ലേ പറഞ്ഞത്. അതല്ല അണ്ണാ, മണ്ടയില്ലാത്ത തെങ്ങില് കൊല വരണമെന്ന് പറയണ പോലെയാണ്. അലീനക്ക് ചന്ദ്രനെ കിട്ടി. ഒന്നും മിണ്ടാത്തത്. ഞാനും എന്റെ പോത്തുകളും വെർജിനാണെന്ന്.
ഞാനും എന്റെ മുഖത്തോളം 100% പറഞ്ഞിട്ടാണ് അണ്ണാ ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് വെളിയില് വെറുതെ പുറത്തുകൾ മാത്രമേ വെക്കുള്ളൂ. അതെന്തരാ അതാകുമ്പോ വെജിറ്റേറിയൻ കറിക്കും കഴിക്കാന്ന്. പാത്തുകളൊക്കെ തിന്നണമാര് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും വരണത്. ഏത് പിഴച്ച പോത്തള ഞാൻ വിൽക്കൂല എന്നൊക്കെ പറയുന്നത്. ഫോണിൽ ഇവനെ എടുത്ത് പിടിച്ചിട്ട് അത് ആലോചിച്ചത്. ഫോണിൽ വിളിച്ചിട്ട് ബ്രോ എനിക്കൊരു 250 കിലോയുടെ പോത്ത് പറയുമ്പോ പിഴച്ചത് ഇവിടെ പിഴയ്ക്കാത്ത എന്തൊരു അവസ്ഥയായിരിക്കും അതൊക്കെ. വേണ്ട അത് പറയാൻ പറ്റൂല, ശരിയാവൂല. കൊച്ചിന്റെ മുന്നിൽ അതെ അതെ അല്ല ആര്യ നമ്മളെ പറ്റിയ കമ്പനിയാണ്, നമ്മുടെ ടൈപ്പ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആര്യക്ക് സത്യം പറഞ്ഞാൽ കുറെ ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആര്യ. ആര്യക്ക് സിറ്റി ഫുൾ ഫ്രണ്ട്സ് ബ്രദേഴ്സ്. പക്ഷെ അല്ല അല്ല ഞാൻ അതാണ് ആര്യ അടുത്ത് പറഞ്ഞത്, ഫ്രണ്ട്സ് ആവാം പക്ഷെ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് അതാണ് പറയാനുള്ള. ഈ തോളം എടുത്തോണ്ട് നടക്കുന്ന അനിയന്മാരും മറ്റേ അതൊക്കെ ഒത്തിരി അങ്ങനത്തെ ഉള്ളവരെ നമ്പേ ചെയ്യല്ലേ. അവ ബ്രദർ അല്ലേ? അല്ല അതല്ല വില്ലുവിന്റെ കേസും കൂടെയാണ് ഉദ്ദേശിച്ചത്. വില്ലുവിനൊന്നും നമ്മനെ കൊള്ളൂല. വില്ലുവിന്റെ എന്തുപറ്റി ഇന്നലെ അണ്ണ വൈകുന്നേരം ഇവളെ കൊണ്ട് എടുത്തോണ്ട് നടക്കല് തറ വെക്കാത്ത വില്ലുണ്ടല്ലോ. രാത്രി ചെറു വന്നപ്പോ ഇവിടെ അങ്ങ് വെച്ചിട്ട് ചെറുവിന്റെ തുടങ്ങും. അല്ല അത് ഹലോ ഹലോ ആ പറഞ്ഞോ ആരാണ്? പറയാൻ അത്രല്ലേ? ഹലോ ഹലോ ആരാണ്? ആ ബ്രോ ഇന്ന് രാത്രിയാണ് 11 മണിക്ക് ഓഡിഷൻ. ഓ ഇന്ന് 11 മണിക്കാണോ? ആ അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ലൊക്കേഷൻ ഒന്ന് ഇട്ടിരുന്നാ മെസ്സേജ് ഇട്ടിരുന്നാ ഞാൻ എന്തായാലും വെച്ചാ 6185 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. തിരക്ക് കുറയുന്ന സമയം നോക്കി പറയണേ, ഇല്ലെങ്കിൽ അറിയാലോ നമ്മുടെ അഭിനയം കാണാൻ വേണ്ടി തിരക്കായിരിക്കും ഭയങ്കര. അറിയാ അതുകൊണ്ടാണ്. പ്രശ്നമില്ല, ഞാൻ എത്തിയേക്കാം. ഞാനും ജരക്കണ്ണൻ നമ്മുടെ കൂട്ടത്തിൽ 2-3 പേര് അഭിനയിക്കാൻ കഴിവുള്ള ഒരു 3-4 പേരെയും കൊണ്ടുവരാം. ഓക്കെ. പിന്നെ ബ്രോ ഭാവിയിൽ ഞാൻ പറഞ്ഞില്ലേ ഓഡീഷൻ ഞാൻ തന്നെ ആക്ട് ചെയ്തോളാം, പക്ഷേ എന്റെ വോയിസ് ഭാവിയിൽ ചിലപ്പോൾ ഡബ് ചെയ്യേണ്ടി വരും കേട്ടോ നടനായാൽ. അത് നമുക്ക് റെഡിയാക്കാം. ഓ പിന്നെ പ്രശ്നമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ ബ്രോ. പറയേണ്ടുണ്ടാണ് അത് നമുക്ക് അറിഞ്ഞൂടണ്ട. നമ്മളെ കൂട്ടത്തിലുള്ള ആകെ സുന്ദരിയായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ഞാനൊന്നുമില്ല. ഇത് എന്റെ പേരിൽ ചുമ്മാ ഓരോരുത്തർ പറയും. ശരിക്കും പറഞ്ഞാ ഇവിടെ ആരൊക്കെയാണ് എന്നെ വിശ്വാസം ഇല്ലാത്തത്? വല്ലവരും പറയുന്നതൊക്കെ വിശ്വസിക്കുന്നു. എന്താണ് അണ്ണാ? വെർജിൻ ബീഫ് സെല്ലർ ബാബുശേട്ടി ഈ ആര്യനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തേ, എങ്ങനായിരിക്കും നോക്കട്ടെ. കോംപ്ലിമെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതെ അതെ എന്തിന്റെ പേരിലാണ് കോംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ക്യാരക്ടർ ഓക്കെ ഓക്കെ ഓക്കെ. ആര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഈ പേൾസ് എല്ലാം കടലിനടിയിൽ നിന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതെന്ത് പറ്റി ഇവിടെ? കൈയടിക്കല്ലേ ഇന്നലത്തെ കേട്ടില്ലല്ലോ സർക്കണൻ, ഇന്നലത്തെ കേൾക്കണായിരുന്നു. ഞാൻ വിചാരിച്ച മുകളിലത്തെ ചന്ദ്രക്കല താഴോട്ടിറങ്ങി വന്നാന്ന് ചോദിക്കുമെന്ന്. അയ്യോ അങ്ങനെയല്ല, ഇന്നലെ ഏതൊരു സ്ഥലം ചോദിച്ചാ ഞാൻ ഇന്നലെ ആകാശത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ആര് ഇതിൽ ഏത് വഴി ഇറങ്ങി വന്നേന്ന് ചോദിച്ചു.
അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോൾ പറഞ്ഞു അതല്ല സാധാരണ മാലകമഴ ആകാശത്തൂടെ ഇറങ്ങി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. താങ്ക് യു അണ്ണ, താങ്ക് യു. പിന്നെ റോസിന്റെ ഒരെണ്ണം പറഞ്ഞില്ലായിരുന്നോ, റെഡ് റോസ് യെല്ലോ റോസ്. ഇത്രയൊക്കെ പറഞ്ഞില്ലേ ബാബുതി? ഇത് ഇന്നലെ പറഞ്ഞ് Best friend അല്ലേ നിന്റെ? പൂന്തോട്ടം വഴി നടന്നു പോകുമ്പോഴത്തേക്ക് എന്തായിരുന്നു, എല്ലാം യെല്ലോ റോസ് ആയിരിക്കും, അതിന്റെ ഇടയ്ക്ക് ഒരു റെഡ് റോസ് കണ്ട അതാണ് ഞാൻ ആരെയും കണ്ടതുപോലെ. അതെ. സാരൊക്കെ കണ്ടുപഠിക്കുക സാരൊക്കെ. ഒരു ഇവരെ കണ്ട് ഞാൻ പക്ഷെ പഠിക്കണം. തരത്തില്ല. അല്ലല്ല, പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ആര് ബ്ലാക്ക് ഡ്രസ്സിൽ എപ്പോഴും ഭയങ്കര ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ ആര് വന്നിട്ട് പറയൂല എടാ ബാബു നിന്റെ ചന്തി തേഞ്ഞിരിക്കണമെന്ന് പറയൂല കേട്ടാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റൊമാൻസ് വരൂല. പിന്നെ അല്ലാതെ ആലോചിച്ച് നോക്കും, ഒരു ബോയ് ഫ്രണ്ട് അടുത്ത് വന്നിട്ട് വന്ന ഉടനെ പറയുന്നത് ചന്തി തേഞ്ഞു പോയി, മറ്റേ തേഞ്ഞ ചന്തിയാണ് അതുകൊണ്ട്. പക്ഷെ ആര്യ തന്നെ നോക്ക്, നമ്മള് ബോയ് ഫ്രണ്ട്സ് എന്നിട്ട് കണ്ട ബംഗാളി ചന്തികളൊക്കെ നോക്കിട്ട് പറയുന്നത് പറഞ്ഞു വെച്ചാല് അയ്യോ നിന്നെ അല്ലടാ സക്കീറിനെ. ഓ സക്കീർ സക്കീറിനെ വെച്ചിട്ടാണ് അതെ സക്കീർ അവിടെ ഞാൻ സ്പോർട്സിനില്ല, സ്പോർട്സിന് പഴയ സ്കൂളിൽ പഠിച്ചപ്പോൾ സ്പോർട്സിനുണ്ടായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല. അതല്ല, അത് ചന്ദ്രൻ കുനിയും പിന്നെ എണീക്കൂല. സിനിമ ഓഡീഷന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചു റാളെന്ന് അറിഞ്ഞിട അവിടെ ചെല്ലാൻ പറഞ്ഞു. 11 മണിക്കാണ് ആടി. ഒരു സിനാരിയോ പറഞ്ഞു കൊടുത്തേ പ്രാക്ടീസ് ചെയ്യട്ടെ, നോക്കട്ടെ അതായത് നിന്റെ ലാസ്റ്റ് ടൈം നിന്റെ കയ്യിൽ നിന്ന് പോത്ത് വാങ്ങിയ ഒരാൾ നിന്റെ വാങ്ങിയ പോത്തിന്റെ കംപ്ലൈന്റ്സ് പറയുവാണ്. നെയ് പോരാ, ഇറച്ചി പോരാ, മനസ്സിലായില്ലേ? മീൻസ് 5 ലിറ്റർ 6 ലിറ്റർ പാല് തരാന്ന് പറഞ്ഞ നീ കൊടുത്ത ആൺപോത്ത് തരൂലേ? എന്നാ നീ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം ഇത് പാൽ തരുന്ന പോത്താണെന്ന്. അതാണ് സീൻ. തരണത് പാത്തിന് എന്നിട്ട് വലിച്ചത് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി. എനർജി ഡ്രിങ്കിന് വേണ്ടിട്ട് അതിന്റെ പ്ലാൻ എടുക്കാന്ന് പറയാം. വേണ്ട പെമ്പിളെ നമുക്ക് ആ ശരിയല്ല പെമ്പിളായിരിക്കും. വേണ്ട ഇവൻ വല്ലതൊക്കെ വിളിച്ച് പറയണ. വേണ്ട അത് ശരിയാവില്ല. അത് ബോയ്സ് കണ്ടന്റ് ആയി പോകുന്നു. ഇവന്റെ ബോയ്സ് കണ്ടന്റ് തന്നെ പറയുന്നത്. അത് വേണ്ട അല്ല, ശരയും ആരെയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു ടോപ്പിക് കൊണ്ടുപോവാ. രായൻ അഭിനയിക്കും. ഞാൻ പറയാം. രായൻ ആനിമലിലെ രൺബീർ കപൂർ, പാർഷേട്ട് രാഷ്മിക മണ്ടാന, മറ്റേ ആ അവന്റെ അവിഹിതം പൊക്കുന്ന സീനുണ്ടല്ലോ അത് ആക്ട് ചെയ്യും. അവിഹിതം ജരകണൻ. അല്ല ചുമ്മാ സൈഡിൽ നദി പിടിച്ച് നമ്മളെ എന്നാലും ഞാൻ അഭിനയിക്കാം. ഹിന്ദിയിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മച്ചിയാണ്. അതാണ് സത്യം. മലയാളത്തിലെല്ലാം കാണണം. ഒന്നും കൂടി ഞാൻ ആരാണ്? രാഷ്മിക. അയ്യോ മറ്റേ അവിഹിതം അവൻ വന്ന് പറയത്തില്ല. അല്ല ഞാൻ പറയാം രാഷ്മികാവ് ഞാൻ രൺബീറാവാം. അതെ ഞാൻ ആയിക്കോളാം. നിനക്ക് അതറിഞ്ഞൂടല്ലേ? എനിക്കതറിയാം. നീ രാഷ്മിക ആയിട്ട് ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ മറ്റേ നൈറ്റ് ഡ്രസ് ഇട്ടോണ്ട് വരാണ്. അവിടെ ഞാൻ പറഞ്ഞോളാം. അവന്റെ ഗീതാഞ്ജലി റൺവിജയ്. രൺവിജയ് ഇനി വിളിച്ചിട്ട് ഞാൻ നിന്നെ തേച്ച് ഞാനും ഇവരുമായിട്ട് അവിഹിതത്തിലാണ്. പിടി സോയ അങ്ങനെയല്ല അല്ല പറയുന്നത്
ഓക്കെ രശ്മി പിടി പിടി ഓക്കെ ഓക്കെ പിടി 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 അല്ലല്ല ഈ സീൻ എടാ വന്ന് പിടിയടാ എപ്പോഴും കിസ് അടിക്കാൻ പറ്റൂല ഇനി ടേക്കില്ല ലാസ്റ്റ് ടേക്കാണ് കേട്ടാ ഇത് പടത്തില്ലത് എനിക്ക് അറിഞ്ഞൂടാ. ആനിമൽ നീ കണ്ടതായിട്ട് കണ്ടാ മതി. അവര് ഈ രാത്രി സീൻ നിങ്ങൾ ഇവിടെ അതാണ് നിങ്ങൾ റൊമാൻറ്റിക് ആവുമ്പോ മറ്റേ പാട്ടാണ് ലിബിമേ ആ പാട്ടാണ്. അതൊന്നും നീ വന്ന് പിടിച്ചാ മതി. ഹേ രൺബീർ എന്നൊരു വിളി വിളിച്ചാ മതി, ബാക്കി ഞാൻ നിക്കോളാം. കമൺ 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 സമയമില്ല. എടുക്കുന്നില്ലേ ഇവര് പിടിച്ചു പോയാല് ആള് തീർന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സൈഡിൽ തമ്പാക്ക് എടുക്കല്ലേ. ടേക്ക് ആക്ഷൻ പറഞ്ഞില്ല. ഇനിയില്ല ഇനിയില്ല. എനിക്ക് വേണ്ട, മതി മതി മതി. ഞാൻ അറിയും. ദേവനന്ദ പേരെന്തായിരുന്നു സാറേ? ഗീതാഞ്ജലി 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 ഇതെന്റെ അച്ഛന് വേണ്ടി ചെയ്തതാണ്. അല്ല ഗീതാഞ്ജലി ഇവളുടെ ബ്രദേഴ്സ് ആണ് നമ്മളെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നത്. അപ്പൊ അച്ഛന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. സത്യം ഗീതാഞ്ജലി മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഗീതാഞ്ജലി എന്റെ മകളാണ് സത്യം. ഉമ്മ പറ്റെങ്കിലും നീയാണ് എന്റെ മനസ്സിൽ. നീ ഇവളടുത്ത് കിസ് മാത്രം അടിച്ചോളാം. കൂടെ കിടന്നിട്ടുണ്ടോ? ഗീതാഞ്ജലി കിസ് കൊടുത്തതും അച്ഛന് വേണ്ടി, കൂടെ കിടന്നതും അച്ഛന് വേണ്ടി. പപ്പ 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 ഗീതാഞ്ജലി എന്റെ പപ്പ. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പിള്ളേരും പൊക്കോ സോയാ. ഇതാണ് ശരിക്കും നടന്നത്. ആ സത്യം. സൂപ്പർ 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 സൂപ്പർ. ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയുണ്ട് സാറേ? കറക്റ്റ് അല്ലേ ഡയലോഗ്സ് എല്ലാം? പക്ഷെ അതിനെക്കാട്ടി സൂപ്പർ ബാബുശേട്ടാണ്. ഓ ഓ താങ്ക് യു സാർ. അതെ ഡയലോഗ് പ്രസന്റേഷനിലാണ്. എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ആ സത്യം. രായന് കുറച്ച് മലയാളം ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞിട്ട്. എനിക്കെന്ത് എക്സ്പീരിയൻസ്. കുടുംബം കലകലാണ് അണ്ണ. അരി എങ്ങനെ ഉണ്ടായിരുന്നു? ആ സൂപ്പർ സൂപ്പർ. സത്യം ആ, രായ, thank you. ഞാൻ പറയട്ടെ, എന്നെ കോംപ്ലിമെന്റ് ചെയ്തില്ല കേട്ടോ. റോള് കിട്ടോ? അത് സത്യാട്ടാ. ചോദിച്ചു നോക്ക് ഒന്ന് കിട്ടോ? അണ്ണ അത് അണ്ണ എനിക്ക് തന്ന ഫീമെയിൽ റോൾ അല്ലേ അണ്ണ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ അഭിനയിച്ചത്. എന്ത് ഏത് അതിങ്ങനെ നിൽക്കില്ല. ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അരിയ നല്ല സൂപ്പർ ആക്ടിങ് ആയിരുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സോറി അറിയാതെ ഡ്രസ് ഇടാൻ തന്നെയാണ്. മാസ് റോളൊക്കെയാണ് അഭിനയിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത്. അല്ല മഞ്ഞ മഞ്ഞ അത്രയും അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ ഇഷ്ടപ്പെട്ട കളറ് മൊത്തമായി ഇട്ടാ മതി എന്ന് പറഞ്ഞു. ഏത് ഓ, മൊത്തം മഞ്ഞ, പല്ല് വരെ മഞ്ഞ തേച്ചിട്ടില്ല. അന്നത് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ആര്? അണ്ണാ എന്റെ അടുത്ത് ഒരു ആള് പറഞ്ഞു, ഒരു സ്വാമി പറഞ്ഞു, ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പല്ലു പഞ്ഞെന്ന് പറഞ്ഞ ആരത്? എന്റത്. എന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ലല്ല എന്റത്. ഞാൻ ഫുള്ള് മഞ്ഞ, കാട് മഞ്ഞ, ഡ്രസ് ഷൂ, പല്ല്. പല്ല് മഞ്ഞയാക്കണമെങ്കിൽ ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ടാ മതി. അതത്രേ ഉള്ള ഞാൻ പറഞ്ഞില്ലേ. ചുമ്മാല്ല, നിന്റെ പല്ല് ചോപ്പ് പോലെ എനിക്ക് നോക്കിയത്. പാക്ക് പാക്ക് കൗണ്ടർ ആയി പോയി. ഞാൻ പാക്ക് ചോദിക്കുന്നതാണോ?
കേട്ടോ ഇതാണ് കുഴപ്പം. ഞാൻ മുന്നോട്ട് കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പ്രശ്നം അതെന്താ സാറാ Serious ആയി. അത് പിന്നെ ഇതാണ് ഇത്. പെണ്ണുങ്ങളെ എനിക്ക് അങ്ങനെ ഫ്രീഡം ഇല്ല. ഞാൻ മറ്റേ പറഞ്ഞിടാറുണ്ട്. എന്റെ ചന്തി ചേച്ചി ചന്തി എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ ചിരിച്ച്. മനസ്സിൽ ചിരിച്ചാ പോരാ, ഇവിടെ ചിരിക്കണം. ഇവിടെ റിയാക്ഷൻ തരണം. ഇത് ചിരിയല്ലല്ലോ, ഇത് ഇത് അടി, ഈഗോ അടി, അല്ലേ? അടി, അടി. ഇത് ഈഗോ അല്ലേ, ചിരിയല്ലല്ലോ. പക്ഷെ നമ്മൾ തമ്മിൽ ഇങ്ങനെ അല്ല കാര്യ നമ്മളെന്തെങ്കിലും തമാശ അങ്ങോട്ട് ഇവിടെ രണ്ടുപേരും ചെയ്യാറുണ്ടല്ലേ? അതെ അതെ ആക്ടർ ആൻഡ് ആക്ട്രസ് ഇൻ ദ വേൾഡ് അത് ഓൾറെഡി നമ്മളാണല്ലോ. ഇനി അതെ വേണ്ട. എനിക്കൊരു സിനിമയിൽ സിനിമയിൽ ഓഡീഷന് വിളിച്ചിട്ടുണ്ട്, താല്പര്യമില്ല. പോണ് വേണ്ടത് ആലോചിക്കുവാണ്. ബാബു നീ നമ്മളടുത്ത് മാറി പോകുന്നതാണ് ഇല്ല ഞാൻ മാറിപ്പോയിട്ടില്ല. ഞാൻ ആര്യോട് തന്നെ ആ പുള്ളിക്കാരി ഭയങ്കര ഡെസ്പറേറ്റ് ആണ്. അതായത് എന്തോ ആര്യക്ക് എന്തൊരു പറ്റി പറഞ്ഞു നിങ്ങളൊക്കെ അല്ല അതായത് എല്ലാരും കൂടെ ഇന്ന് ഒരുമാതിരി എല്ലാരും കൂടെ പറഞ്ഞില്ലേ ആ വില്ലുമോന്റെ പ്ലാൻ ആയിരുന്നു ആര്യ അതൊന്നും pregnant കുഴപ്പമില്ല, ആണെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം. ഞാനൊന്ന് വിട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കൊച്ചിനടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. എനിക്ക് കണ്ടപ്പോ തോന്നുന്ന കാര്യമാണ് ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാനാണ് രസം. ഈ വില്ല് മോനും മറ്റേ മുദ്ദിയില്ലാത്ത കുറെ തെണ്ടികളൊക്കെ ഉണ്ടല്ലോ, അമ്മരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ബാബു ഉള്ള സമയത്ത് അയ്യോ അങ്ങനെയല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അരിയപ്പോഴും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷേ പ്രശ്നം എന്താ അറിയാലോ ഈ തലയ്ക്ക് മീതെ ഇരിക്കുന്ന ഭാരം. ഫ്രണ്ട്സ് ആയാലേ നല്ല ലവേഴ്സ് ആവാൻ പറ്റൂ. ഇപ്പഴേ അങ്ങനെയൊന്നും പറയില്ലേ.